ബാറ്ററി ഇല്ലാത്ത ഈ ഡെബിറ്റ് കാർഡിൽ വലിയൊരു ഫിസിക്സ് ലാബ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ ഡെബിറ്റ് കാർഡ് അസറ്റോണിൽ അലിയിച്ചെടുത്തപ്പോൾ കിട്ടിയത് ഒരു ആന്റിനയും ഒരു കുഞ്ഞൻ മൈക്രോചിപ്പുമാണ്. ബാറ്ററി ഇല്ലാത്ത ഈ സർക്യൂട്ട് 4 സെന്റിമീറ്റർ ദൂരത്തിനുള്ളിൽ പേയ്മെന്റ് മെഷീനുമായി എങ്ങനെയാണ് സംസാരിക്കുന്നത് നോക്കിയാലോ. NFC അഥവാ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കാർഡ് റീഡർ 13.56 മെഗാഹെർട്സ് ഫ്രീക്വൻസിയിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കാർഡ് എത്തുമ്പോൾ മാത്രമേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകൂ. റീഡറിലെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാർഡിന്റെ ആന്റിന ലൂപ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ലൂപ്പിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു, വയർലെസ് ചാർജിംഗ് പോലെ. ഇതാണ് ഫാരഡേസ് ലോ. അതായത് കാർഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റീഡറിന്റെ മാഗ്നറ്റിക് ഫീൽഡുമായാണ്. ഈ കറണ്ട് ഒരു കുഞ്ഞു ഡയോഡ് വഴി കാർഡിലെ ചിപ്പിലെത്തുന്നു. ചിപ്പ് ഉണർന്നു കഴിഞ്ഞാൽ അത് കാർഡിന്റെ റെസിസ്റ്റൻസ് മാറ്റുന്നു. ചിപ്പ് ഒരു സ്വിച്ച് പോലെ പ്രവർത്തിച്ച് കാർഡിന്റെ ലോഡ് ഓൺ ഓഫ് ആക്കുമ്പോൾ അത് റീഡറിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്നു. ഇതാണ് ലോഡ് മോഡുലേഷൻ. ഈ ഫ്ലക്ച്വേഷൻസ് റീഡർ ബൈനറി ഡേറ്റയെ തിരിച്ചറിയുന്നു. ഇങ്ങനെയാണ് കാർഡിലെ രഹസ്യ കോഡ് മെഷീനിലെത്തുന്നത്. ഈ കോഡ് ഒരു സിംഗിൾ യൂസ് ടോക്കണായി ബാങ്ക് സെർവറിലേക്ക് അയച്ച് വെരിഫൈ ചെയ്ത് ട്രാൻസാക്ഷൻ സാധ്യമാക്കുന്നു. ദൂരം കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറയുന്നതിനാൽ കാർഡ് റീഡ് ചെയ്യില്ല. പ്ലാസ്റ്റിക് അലിഞ്ഞാലും സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഫിസിക്സ് വർക്ക് ചെയ്യും. സത്യത്തിൽ ഈ കാർഡ് ഒരു LC സർക്യൂട്ടാണ്. 13.56 മെഗാഹെർട്സ് ഫ്രീക്വൻസിയിൽ മാക്സിമം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു റെസൊണൻസ് സർക്യൂട്ട്.